പാലക്കാട് ചിറ്റൂരിൽ കാറ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന് കാരണം പെട്രോൾ ട്യൂബ് ലീക്കായതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. ചികിത്സയിലുള്ള മാതാവ് LC മാർട്ടിന്റെയും മൂത്ത മകൾ അലീനയുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ശ്രീകുമാരൻ പാലക്കാട് ചെയ്യുന്നു. ശ്രീജിത്ത്, കണ്ണീരടക്കാനാവാത്ത കാഴ്ചകളാണ് നമ്മൾ പല സമയങ്ങളിലായി കണ്ടത്. അങ്ങേയറ്റം ദാരുണമായൊരു സംഭവം. ഇപ്പോൾ ഒടുക്കം എന്താണ് ഈ കാറ് കത്തുന്നതിന് കാരണമെന്നൊരു പ്രാഥമിക വിലയിരുത്തൽ വരുന്നു. തുടർന്ന് അങ്ങോട്ട് ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ, അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? സുഹേല, പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി ഒരു പരിശോധന നടത്തിയിരുന്നു. അതൊരു പ്രത്യേക സംഘമൊന്നുമല്ല, വിദഗ്ധ സംഘമൊന്നുമല്ല. അവരൊരു പ്രാഥമികമായ വിലയിരുത്തലാണ്. ഈ പെട്രോൾ ട്യൂബ് ചോർന്ന് എഞ്ചിനിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നീട് സ്റ്റാർട്ടാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബേണിംഗ് ഉണ്ടാകുന്നു, ഒരു തീപിടുത്തം ഉണ്ടാകുന്നു എന്ന ആ സ്പാർക്കാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഏറ്റവും ഒടുവിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് കൂടുതൽ പരിശോധനകൾ വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഒരു പ്രാഥമികമായ പരിശോധന മാത്രമാണ്. എന്തായാലും ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം തുടങ്ങി. ഒരു 10:30 മണിയോടുകൂടി ആ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് മൃതദേഹങ്ങൾ എന്തായാലും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ ഇപ്പോൾ പാലന ആശുപത്രിയിലെ മോർച്ചറിയിൽ, മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2 ദിവസം കൂടി കാത്തിരുന്ന ശേഷം ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഏതെങ്കിലും ഘട്ടത്തിൽ അമ്മയോ അല്ലെങ്കിൽ ഈ മറ്റ് മൂത്ത ചേച്ചിക്കോ ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഒന്ന് കാണാൻ ഒരു അവസരമൊരുക്കാൻ ബന്ധുക്കൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൂടി കഴിയും. സംസ്കാരം അട്ടപ്പാടി താവളത്തെ ശ്മശാനത്തിലായിരിക്കും, അത് സെമിത്തേരിയിലായിരിക്കും നടക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കം ഈ വിഷയത്തിൽ ഒരു വിദഗ്ധ സംഘത്തിന്റെ ഒരു പരിശോധന ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം KB ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി, അദ്ദേഹത്തെ വിളിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ വിളിച്ചതിന് ശേഷം ഒരു തുടർ നീക്കം, ഒരു പുതിയ അന്വേഷണ സംഘം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പിന്റെ. എന്തായാലും കണ്ണീരടക്കാനാകാത്ത കാഴ്ച. ഈ ശേഷം 2 ദിവസത്തിന് ശേഷം ഒരുപക്ഷെ സ്കൂളിലടക്കം പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹം അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. എന്തായാലും വല്ലാത്ത സങ്കടമുണ്ടാക്കിയ വാർത്തയാണ്. 2 പിഞ്ചോമനകൾക്കാണ് ജീവനഷ്ടമായത്. അമ്മയും മൂത്ത മകളും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും പ്രൈമറി ആയൊരു ഫൈൻഡിങ്സ് ആണ് നിലവിൽ ഉള്ളത്. വിദഗ്ധമായ സംഘത്തിന്റെ വിദഗ്ധ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, കാരണം എങ്ങനെ തീപിടിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്.